ഇന്നലെ ജാവ് മൗത്തായോ ഷഫീഖ് നാട്യക്കല്ലರೋ ഒരു ಬಿಸ್ಯ ನಿങ്ങളിൽ ಚೆಲ್ಲೋಗು ನಾನು ಇಷ್ಟಪಡ್ರೆ 10 ನಾಳು ಮುನ್ನೋಲು ನನ್ನೊಟ್ಟಿಗೆ ಉಳ್ಳೋರು ಕಮ್ಯುನಿಕೇಷನ್ಲು ಬಿಸಿ ಆಯ್ತಿಕ್ಕರ್ ನಾನು ಹಿಂಗೆ ಚೆಲ್ಲೋಗಿ ಇಷ್ಟಪಟ್ರು ಮೇ ಬಿ ನಕ್ಕುಂ ನಿಂಕುಂ ಇದು ಬೆಲ್ಲಿಯೊರು ರಿಮೈಂಡರ್ ಆಯ್ತಿರು ನಕ್ಕುಂ ನಿಂಕುಂ ಆಖರತ್ತಿಗೆ ಮುಟ್ಟ ಹೋಗೋ ಬೆಲ್ಲಿಯೊರು ರೀಸನ್ ಆಯ್ತಿರು ಚೆಲ್ಲರೋ ಉದ್ದೇಶത്തിൽ ആಯ್ತಿಕ್ಕರು വീഡിയോ ആക്കിയോണ്ടു മൗത്തും ഹയാത്തും അള്ളാഹുറ ഭാഗത്തിൽ ആಯ್ತಿಕ್ಕರು எப்போ மறிக்கணும் எப்போ துனியாவுக்கு வரணும் தீர்மானம் எடுத்து தாயிரு എങ്ങനെ മരിക്കണം ഏത് അവസ്ഥയിൽ മരിക്കണം ഇതെല്ലാം അവരുടെ കയ്യിലായിട്ടിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഷഫീഖ് சொல்கிற ஆள் എൻ്റെ ജിന്ദഗിൽ நான் ஃபஸ்ட் டைம் 10 நாள் முன்னோலும் வீடியோ காலில் நான் நோக்குறோம் ನನ್ನ ಕ್ಲಿನಿಕ್ಗೆ ஒரு ಟ್ರೀಟ್ಮೆಂಟ್ಗೆ ಬಂತ ಮತ್ತು ಸ್ಪೆಷಲಿ ನನ್ನೊಟ್ಟಿಗೆ ಪಲ್ಕ ವರ್ಣ ಚೆನ್ನಪ್ಪ ವೀಡಿಯೋ ಕಾಲ್ ஒரு 25 ಮಿನಿಟ್ಸ್ ನಂಗೆ ಪಲ್ಕ ವರ್ಣ ಅಲ್ಲಿ ನನ್ನ ಕ್ಲಿನಿಕ್ ഒരു 10 ಬಂತೈತಿಕ್ಕೆ ನನ್ನ ಪಲ್ಕ ಬರ್ರು ವೀಡಿಯೋ ಕಾಲ್ ಬೈ ನಾನು ನಿങ്ങളെ ചുമ പിരിസാക്കറേ ബൈ നിങ്ങൾ കുറേ ബിസി എനിക്ക് പൽക്ക് പറയുകയെന്ത് അപ്പോൾ ನಾನು ಚೆಂದ ಇನ್ಶಾಲ್ಲ ನಾ ರಾಯತ್ಗೆ ಬಂದ ಪ್ಲ್ಯಾನ್ ಅಂದೊಮ್ಮಿಲ್ಲ ಹಂಗೆ ನಿಂಗೆ ಎಂದಾಕರು ನಕ್ಕೆ ಚೆಲ್ಲೋರು ಇನ್ಶಾಲ್ಲ ಹಂಗೆ ಪಲ್ಕ ಬರೆಯಾಸೆ ಅಂತ ಪೈಲ್ ಚೆಂತ ಬೈ ನಾನು ചുമ്മാ ആഗ്രഹിക്കറേ നക്ക് അള്ളാഹുക്ക് മുട്ടാവണു നക്ക് ദീനിക്ക് മുട്ടാവണു നക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിക്കണു നക്ക് കുറേ ഹറാമായിട്ടുള്ള ആക്ടിവിറ്റീസ് തൊട്ട് ബച്ചാവണു അങ്ങനെ കുറേ ദീനിയായ വിഷയത്തിക്കറ് ഈ ചങ്ങായി നണ്ടിൽ ചെന്നറോ ഞാൻ ആറ് കേട്ട വിഷയമല്ല ചൊല്ലറ എൻ്റെ കാതിൽ കേട്ട വിഷയം അപ്പം അതിൽ ചെന്നിട്ട് കണ്ട ഇന്നത്തെ മാഹോല് ഹറാമറോ മാഹോലായിത്തിക്കറ് ഒരു ಜಿನ್ನತ್ತಿಗೂ ചുമ ಆಪರ್ಚುನಿಟಿ ಕಕ್ಕೋಗೂ ಚೊಮ್ಮ ಆಪರ್ಚುನಿಟಿ ಬ್ಯಾಂಡತ್ತ ಪಣಿ ಹಾಕೋಗೂ ಆಪರ್ಚುನಿಟಿ ನಂಡೆ ಹುದ್ದು ನಂಡೆ ಕೊರೆ ಚಂಗಾಯಿಮಾರ ആരും ചെല്ലില്ല നക്ക് പിടിയില്ല നിങ്ങൾക്ക് ആറ് ഈ വീഡിയോ കണ്ടുകൊണ്ടുള്ളൂ നിങ്ങളെ ചെല്ലുള്ളൂ അതായത് ഞങ്ങളെ ചങ്ങായിമാർ ഇങ്ങനെ ഞങ്ങളെ മോട്ടിവേറ്റ് ആക്കിയിട്ടുള്ളവർ ബറു ഞങ്ങൾ പോയി ഞങ്ങൾ ബാംഗ്ലൂർ പോയി അവിടെ എൻജോയ് ആക്കുക അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക എന്തില്ല ഇപ്പം ആക്കില്ലെങ്കിൽ പിന്നെ എപ്പോൾ ആക്കറോ പിന്നെ ഞങ്ങൾ നല്ല ആവല്ലേ അങ്ങനെ അങ്ങനെ തഷ്കീലാക്കിയിട്ട് കൂട്ടിയ പോണ്ട പോലത്തോ ചങ്ങായിമാರ ಬಗ್ಗೆ ಒಂದು ಡಿಸ್ಕಸ್ ಹಾಕ್ಯಾರ അങ്ങനെ അയാളുടെ കച്ചവട ಬಗ್ಗೆ ನಾನು ഷെയർ ആക്കറ് ನಾನು നക്ക് ഒരു കാറുണ്ട് BMW കാറുണ്ട് ചെന്ന് നാനും ചെന്ന് നക്കൊരു നല്ലൊരു കാർ നിങ്ങൾ ചെല്ല് മർസിഡീസ് ഫ്യൂച്ചറിൽ നാനും എടുക്കുക ഇഷ്ടപ്പെട്ടെ അങ്ങനെ അയാളെ കച്ചവടത്തെ ಬಗ್ಗೆ ചെന്ന് അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷനിൽ ലാസ്റ്റ് ഫൈനലി ബൈ നിങ്ങൾ അവർക്ക് കിട്ടോರು ഇൻഷാ അല്ലാ നക്ക് ചുമ്മ അല്ലാഹു മുട്ടാവണു ചെന്നರು ഇതായിത്തീക്കറ് ഹക്കീക്കത്ത് 10 നാൾ എൻ്റെ കാസർഗോഡിലും ആക്സിഡൻറ്റിൽ മറിച്ചു പോയിട്ട് ഏത് കാറിൽ തസ്കീറാക്കി അതേ കാറിൽ മൗത്താಯಿತು എപ്പോൾ ನಾನು കിട്ടുകൊണ്ട് ആഗ്രഹിച്ചിര ഉണ്ട് ನಾನು ಮ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಅಯಲಿಂದ ഇതായിത്തിക്കറ് ദുനിയാവರ ഹക്കീക്കത്ത് ഇതായിത്തിക്കറ് ദുനിയാവರ ഹക്കീക്കത്ത് ഞങ്ങൾക്ക് ആർക്കും പിടിയില്ല ഞങ്ങളെ മൗത്ത് എപ്പോൾ ഉണ്ട് എങ്ങനെ ഉണ്ട് ഏത് അവസ്ഥയിലുണ്ട് ഞങ്ങൾക്ക് പിടിയില്ല അതുകൊണ്ട് ഷഫീഖ്ರ മൗത്ത് വലിയൊരു റിമൈൻഡർ ആയിത്തിക്കട്ടെ ഇന്നത്തെ യൂത്ത് ഇത് കേട്ടിട്ടും കുറേ ആൾമാർ ഇല്ലെങ്കിൽ ഇത് ഉണ്ട് ഇങ്ങനെ ഒരു എന്തോ ഒരു ദുനിയാവിൽ ഒരു മക്സദില്ലാണ്ട് ജീവിക്കുന്ന പോലത്തെ കുറേ യൂത്ത് ഞങ്ങളെ മുന്നിലുണ്ട് കള്ള് കുടിച്ചോണ്ടും കഞ്ചാവ് പിടിച്ചോണ്ടും ഡ്രഗ്സ് അടിച്ചോണ്ടും ഉമ്മ അപ്പക്ക് പറഞ്ഞുകൊണ്ടും ഇല്ലെങ്കിൽ ബാൻഡാത്ത ഒരു ആക്ടിവിറ്റീസിലെല്ലാം മുഴുങ്ങിട്ട് പോയ പോലത്തെ യങ്സ്റ്റേഴ്സ് ഒരു വലിയൊരു ഒരു സബവായിത്തിക്കറി ഇന്നത്തെ ഈ മൗത്ത് 10 നാൾ മുന്നോള് ദുനിയാവിൽ എന്തെല്ലാം പ്ലാൻ ആക്കി പോയ നണ്ട ബംഗാറ് ഞങ്ങളെ ഷഫീഖ് ഇൻ്റെ ദുനിയാവിൽ എന്തുമില്ല ഇണ്ടായാലും മയ്യത്തായിത്ത് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയമുള്ളവരെ വളരെ ചിന്തിപ്പിക്കുന്ന കാസർഗോഡിൽ അപകടത്തിൽ മരണപ്പെട്ട കാസർഗോഡ് ചട്ടഞ്ചാൽ തെക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് മുഹമ്മദ് ആസിഫും അതുപോലെ ഷഫീഖിൻ്റെ മരണം. ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നൊരു വാക്ക്, എനിക്ക് നന്നാകണം, അള്ളാഹുമായി അടുക്കണമെന്ന ആഗ്രഹമുണ്ട്. ഈ ഒരു ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്കുണ്ട് നാളെ നന്നാകാം, മറ്റന്നാളെ നന്നാകാം എന്നുള്ള ചിന്തകൾ. നമ്മുടെ ആയുസ് എപ്പോൾ വെച്ച് എവിടെ വെച്ച് അവസാനിക്കും അറിയില്ല. നാളെയാക്കുന്ന കാര്യങ്ങൾ ഇന്നും, ഇന്നാക്ക കാര്യങ്ങൾ ഇപ്പവും ചെയ്തു തീർത്താലേ മനുഷ്യൻ വിജയിക്കുകയുള്ളൂ. നീട്ടിവെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നീട്ടിവെക്കുന്നിടയിൽ മരണപ്പെട്ടു പോയാലോ? നമുക്ക് ഷഫീഖ് പറഞ്ഞ വാക്കുകൾ, എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ആ ഒരു ചിന്ത വരുന്ന ഉടനെ നാം നന്മയിലേക്ക് മടങ്ങണം. നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് കാത്തു നിന്നാൽ നമ്മുടെ റൂഹ് നമ്മിന്ന് പിരിഞ്ഞു പോയാൽ, നോക്കൂ, ഷഫീഖ് വിചാരിച്ചു പോലും ഉണ്ടാവില്ല. അള്ളാഹു നമ്മുടെ പ്രിയങ്കരൻ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കട്ടെ. അവനക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. ഇതാ നമ്മുടെ മരണം അങ്ങനെയാണ്. മരിക്കുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് പോലും അറിയില്ല, ഇതാ ഞാനിപ്പോൾ ഷഫീഖിന് ഇത് അറിഞ്ഞിരുന്നെങ്കിലോ ഞാൻ ഇന്ന് പോകുന്നതിൽ അപകടത്തിൽ മരണപ്പെട്ടു പോകും എന്നറിഞ്ഞിരുന്നെങ്കിലോ തീർച്ചയായും ആ യാത്ര പോകുമായിരുന്നില്ല.
നമ്മുടെ മരണം അള്ളാഹു എങ്ങനെയാണ് വെച്ചത്, എവിടെയാണോ, അപകടത്തിലാണോ, ഏത് രീതിയിലാണോ, നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റൂല. അത് അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പം ചെറിയ പ്രായമല്ലേ, കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നന്നാകാമെന്ന് ഈ അടുത്തൊരു സഹോദരി വിളിച്ചിരുന്നു. ചെറിയ ചെറുപ്പക്കാരിയ ഒരു സഹോദരിയാണ്. ആ സഹോദരിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, സാമ്പത്തികമായ കഴിവൊക്കെ ഉണ്ടല്ലേ, ഒന്ന് ഉംറയ്ക്ക് ചെയ്തുകൂടെ, ഉംറ ചെയ്തതിലൊക്കെ നല്ലതല്ലേ എന്ന് പറയുമ്പോൾ, ഈ ചെറുപ്രായത്തിൽ അത് വേണോ ഉസ്താദേ, കുറച്ച് പ്രായമല്ല ആവട്ടെ എന്ന്. എനിക്ക് വല്ലാണ്ട് അത്ഭുതപ്പെട്ട ആ വാക്ക്. ഈ ചെറുപ്രായം എന്ന് പറയുന്നത് എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മരണം ഇനി പ്രായമാകട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാം പ്രായമാകുന്നത് വരെ ജീവിക്കുമെന്നല്ലേ? ഒരിക്കലും ഇത്തരത്തിലുള്ള ചിന്താഗതി അതൊരു മുനാഫിക്കിൻ്റെ അടയാളമാണ്. ഒരിക്കലും വന്നു പോകരുത്. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നറിയില്ല. അസ്രായിൽ, ഞാൻ അസ്രായിലാണ്, നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണെന്ന് അസ്രായിൽ വന്നാലോ, അസ്രായിൽ പറഞ്ഞാലോ, ആ ഉംറ നഷ്ടപ്പെട്ട് അല്ലേ? നാം എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് നാം നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടം, മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ, മറ്റെന്തെങ്കിലും നമുക്ക് മുസീബത്തുകൾ സംഭവിച്ചാൽ നമുക്ക് സങ്കടപ്പെടേണ്ടതൊന്നുമില്ല. കാരണം ഇത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് സമാധാനം കൊള്ളുക. നാം തിന്മയിലായിരിക്കുമ്പോഴാണ് അള്ളാഹു ഇത്തരത്തിലുള്ള മരണങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുസീബത്തുകൾ വരികയാണെങ്കിൽ തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമല്ല, അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. അള്ളാഹു അങ്ങനെ ഒരാൾ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ജീവിതം ദുനിയാവും ആഖിറവും രണ്ടും പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ സമയം, ഈ നിമിഷം നാം എടുക്കണം തീർമാനം, നാം അള്ളാഹുവിലേക്ക് മടങ്ങണം. അസൂയ, അഹങ്കാരം, വിദ്വേഷം, നിസ്കാരം, ഖളാക്കൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒഴിവാക്കാം. നല്ലൊരു ജീവിതം ഇന്ന് തുടങ്ങണം. നാം പരലോകത്ത് വിജയിക്കണമെന്ന് തീർമാനിക്കേണ്ടത് നാമാണ്, മറ്റാരെങ്കിലുമല്ല. നമ്മുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടത് നാം സ്വയം എടുക്കണം. നോക്കൂ, നമ്മുടെ ഷഫീഖിൻ്റെ മരണം, ഷഫീഖിൻ്റെ ആ ഒരു ആഗ്രഹം വിളിച്ചു പറഞ്ഞപ്പോൾ നമുക്ക് നോക്കൂ, ആ ഷഫീഖിന് എന്തെല്ലാം മനസ്സിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നു. നന്നായി ജീവിക്കണമെന്നുള്ള സ്വപ്നങ്ങൾ. എനിക്കൊരു കാറുണ്ടെന്ന് പറഞ്ഞു. ആ കാറിൽ തന്നെയാണ് ഷഫീഖിന് അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു തന്ന ഈ ആയുസ്, അള്ളാഹു തന്ന ഈ ആരോഗ്യം, അള്ളാഹു തന്ന സമ്പത്ത് എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ ഈ നിമിഷം തുടങ്ങുക, ഇപ്പോൾ തന്നെ തുടങ്ങുക. നാളേക്ക് അല്ലെങ്കിൽ പിന്നേക്കെന്ന് പറഞ്ഞപ്പോൾ നീട്ടി വെക്കണ്ട. കാരണം പിന്നേക്ക് ഞാൻ എന്തെങ്കിലും സ്വതക്ക കൊടുക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാമെന്ന് നാം തീർമാനം എടുത്തിരിക്കുമ്പോൾ ആ സമയത്തായിരിക്കും അസ്രായേൽ വരിക. ആ സമയത്ത് എനിക്ക് കുറച്ച് സമ്പത്തുണ്ട്, ഞാൻ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചതാണ്, ഞാൻ അത് കൊടുത്തോട്ടെ, ഒരല്പം സമയമെങ്കിലും പിന്തിക്കുമെന്ന് അസ്രായേലിനോട് ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട്. അസ്രായേൽ പറയൂ, നിന്റെ അജൽ എത്തിയിട്ടുണ്ട്, പിന്തിക്കുകയോ മുന്തിക്കുകയോ ഒന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല, റൂഹ് പിടിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം പറയും, ഫാസുദ്ദക്ക വാക്കും നസ്വാലിഹി, ഒരല്പം പിന്തിക്കൽ, ഒരഹർത്തനീലാജനെങ്കിൽ ഞാൻ നന്നാക്കാം. ഒരിക്കലും വിട്ടുവീഴ്ചയില്ല അവിടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ രണ്ട് ചെറുപ്പക്കാർക്ക്, ഹാസിഫ് അതുപോലെ ഷഫീഖ്, അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ വലിയ പാഠമാണ്. എനിക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ മറ്റുള്ളവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവരുടെ ഖബർ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.